ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കല്യാണിയെയും കിരണിനെയും കാണിക്കുകയാണ്. കല്യാണിയോട് കിരൺ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ മനോഹറിന്റെ കാര്യം. അപ്പോൾ കല്യാണിയോട് പറയുകയാണ്, അവന്റെ അവസ്ഥ ഇപ്പൊ വളരെ ഗുരുതരമാണ്. അവൻ ഇപ്പോൾ എത്ര നാൾ ജീവിച്ചിരിക്കുവോ, ഇനി മരണപ്പെടുമോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കിരൺ നമ്മുടെ കല്യാണിയോട് പറയുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന കല്യാണി പറയുന്നുണ്ട്, അത് ശരിയാണ്, എന്തായാലും അവൻ കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കല്യാണി, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സരയു അറിഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവുകയും ചെയ്യും എന്ന് പറയുമ്പോൾ മനുഷിക പരിഗണന വെച്ചിട്ട് അവനെ കുഞ്ഞിനെ കാണിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ പക്ഷെ അത് അവൾ അറിഞ്ഞാൽ പ്രശ്നമാവില്ല എന്ന് കിരൺ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ അറിയാതെ നമ്മൾക്ക് നോക്കണം, എന്തായാലും അവൾ അറിയാതെ നമുക്ക് ആ ഒരു കാര്യം അവന് ചെയ്തു കൊടുക്കാം എന്നിങ്ങനെ നമ്മുടെ കല്യാണി പറയുമ്പോഴും എന്നാൽ ശരി, നമുക്കതുപോലെ തന്നെ ചെയ്യാം, അവളിപ്പോൾ അവനെ കൊല്ലണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കിരണേട്ട അവളോട് പറയണം. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആ ആശുപത്രിയിൽ ഒരുപാട് നിയന്ത്രണങ്ങളുള്ളതും അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ അവൻ്റെ ശ്രദ്ധയിലാണെന്നും അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അവനെ ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കിരണേട്ട എന്നിങ്ങനെ പറയുമ്പോൾ ശരി, ഞാൻ ശ്രമിക്കാം എന്നിങ്ങനെ കല്യാണിയോട് മറുപടി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ സരയുവിനെ തന്നെയാണ്. സരയു ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ കൺസ്ട്രക്ഷൻ, അതായത് SR കൺസ്ട്രക്ഷൻ, RS കൺസ്ട്രക്ഷനിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ സരയു, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിരणे, എനിക്ക് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരുത്തൻ പുറത്തുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കിനി അവനെ കൊല്ലണം, അതിനുശേഷം മാത്രമേ എനിക്കിനി മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ എടി, നീ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കല്ലേ, നീ അത് വിട് എന്ന് പറയുകയാണ്. വിടാനോ, അതെങ്ങനെ വിടാനാണ് കിരൺ? എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ ഗംഗപ്രസാദിനെ പോലെ തന്നെയാണ് ഇവന്റെ സ്വഭാവം, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗപ്രസാദിന്റെ സ്വഭാവം പോലെയല്ല ഇവന്റെ സ്വഭാവം, ഗംഗപ്രസാദ് അവനും ഇവനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ സരയുനാകെ ദേഷ്യം വരികയാണ്. സരയു പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? അവൻ ആൾക്കാരെ നടന്നു കൊല്ലുന്നുണ്ട് ഗംഗപ്രസാദ്, പക്ഷെ ഇവനാണെങ്കിലോ ഇത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ മനസ്സ് കീഴടക്കി അവരെയൊക്കെ അനാഥത്തിലേക്ക് തള്ളിവിടുകയില്ലേ ചെയ്യുന്നത്. എത്രയോ പെൺകുട്ടികളെ, ഞാനടക്കം എല്ലാവരും ജീവിച്ചിരിപ്പില്ലേ, അങ്ങനെ അവൻ്റെ ആ ഒരു കെണിയിൽ പെട്ടിട്ട് എന്ന് പറയാണ്. നിനക്ക് എന്താടാ ഇപ്പം അവനോട് എങ്ങനെയൊക്കെ? അത് ശരി, നീയൊക്കെ ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുകയാണല്ലേ, എനിക്കിപ്പോൾ മനസ്സിലായടാ നിൻ്റെയൊക്കെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ആകെ പൊട്ടി തെറിക്കുകയാണ് നമ്മുടെ സരയും. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, സരയു നീ ദേഷ്യപ്പെടാതിരിക്കും, അപ്പൊ നീ എന്നാ എനിക്ക് വാക്ക് തരണം, നീ അവനെ കൊല്ലണമെന്ന്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, അവിടെ ഹോസ്പിറ്റലിൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഞാൻ എങ്ങനെ അവനെ പോയിട്ട് അവിടെ പോയിട്ട് കൊല്ലാം, നീ അതൊന്ന് പറഞ്ഞതായോ? അവൻ പരോളിലായിരുന്നെങ്കിൽ നീ പറയുന്ന പോലെ ചെയ്യാമായിരുന്നു നമുക്ക്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്നാൽ നീ എനിക്കൊരു സാഹചര്യം ഒരുക്കി താ, ഞാൻ അവനെ കൊന്നു തരാം എന്നിങ്ങനെയൊക്കെ നമ്മുടെ സരയു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം സരയും, നീ എന്തായാലും ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എടാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ്, ആദ്യമായി സ്നേഹിച്ചതും നിന്നെ തന്നെയാണ്, അതിനു മുമ്പ് എനിക്ക് ആ മറ്റാരുടെ ഒരു സ്നേഹമൊന്നുമില്ല എന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ നീ ഓർമ്മയുണ്ടോ, നീയും കല്യാണിയും കൂടി വിവാഹം നടന്ന ദിവസം, ഞാൻ അന്ന് ആ സമയത്ത് ജയിലിലായിരുന്നു, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ അറിയുന്നത്. അതോടുകൂടി എൻ്റെ മനസ്സ് ആകെ തകർന്നതായിരുന്നു. ആ തകർച്ചയിൽ നിന്ന് ഇവനെ കണ്ടതിന് ശേഷം ഇവൻ്റെ മനസ്സിൽ ഞാൻ ഇടം പിടിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ എനിക്ക് അതിൽ നിന്നൊരു മോചനമുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നിന്നെ സ്നേഹിച്ച ആ ഒരു കളിക്കൂട്ടുകാരി എന്നുള്ള രീതിയിലെങ്കിലും നിനക്ക് എന്നോട് ആ ഒരു കടമ ചെയ്ത് തന്നൂടറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സരയും. അപ്പോൾ അതിനുശേഷം നമുക്ക് ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ശാരിയെയാണ് കാണിക്കുന്നത്. ശാരി ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സരയു വരുന്നുണ്ട്. സരയു വന്നിട്ട് ചോദിക്കുകയാണ്, ആ മോളെ എന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ തറവാട്ടിലൊക്കെ പോയിട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ മോളെ വന്നായിരുന്നു, എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനാ മോളെ, ഞാൻ
കല്യാണം കഴിഞ്ഞ അവസരമൊക്കെ രാജകുമാരിയായിരുന്നു ഞാൻ അവിടുത്തെ, നിന്റെ അച്ഛനൊക്കെ അവിടുത്തെ രാജാവായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഇപ്പോൾ അവിടെ ഒരു വിലയുമില്ല. എല്ലാവരുടെയും പുച്ഛവും അതുപോലെ കുറ്റപ്പെടുത്തലൊക്കെ ഞാൻ കേട്ടു ഇപ്പോൾ ചെന്നപ്പോൾ. പിന്നെ മോളാണെങ്കിലും അവരോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാറ് പോലും ഇല്ലല്ലോ. അപ്പോൾ മോളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവരൊക്കെ അതിൽ സന്തോഷിക്കുന്നതായി എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല എന്നെടുത്ത വഴിക്ക് സരയ് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ മനോഹർ, അവനെ തീർക്കാൻ കഴിയുമോ അമ്മയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ പറയുന്നത്? ജയിലിൻ്റെ അകത്ത് ചെന്നിട്ട് അവനെ എങ്ങനെ കൊല്ലാനാണ് ഞാനെന്ന് ചോദിക്കുമ്പോൾ അവൻ ജയിലിലല്ല, അവൻ പുറത്താണെങ്കിലും അവൻ പരോളിൽ ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശാരി. അപ്പം പറയുന്നുണ്ട് പരോളിലല്ല, എൻ്റെ അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ ആ പണയായുധം കൊണ്ട് അവൻ്റെ തലക്കടിച്ച് അവനിപ്പോൾ മരണക്കിടക്കൽ എന്ന പോലെ ആശുപത്രിയിലാണ്. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നുള്ള രീതിയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഈ അവസരം തന്നെ മുതലെടുക്കണം. അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് നമുക്ക് കൊല്ലാൻ സാധിക്കും. നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാ മോളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? അതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കണക്കാ, എന്നെ ആരും സഹായിക്കാനായിട്ട് ആരും ഉണ്ടാകില്ല എന്നിങ്ങനെ സരയു പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? നിങ്ങളുടെ ഭർത്താവ് ജയിലിലല്ലേ? പിന്നെ ഞാൻ നിങ്ങളെ സ്വന്തം മകളൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശാരിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, മനോഹരനെ കൊല്ലാത്തതിലുള്ള ദേഷ്യമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുശേഷമാണെങ്കിൽ ശാരി കാറിലിരുന്ന്, അതായത് നമ്മുടെ കിരണിൻ്റെ കാറിലിരുന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം കിരണിനോട് സരയു തന്നെ കാണാൻ വന്നിരുന്നതും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നതൊക്കെ പറയുകയാണ്. എന്തായാലും അവളെ കൊലയാളിയാക്കരുത് മോനെ, അവൾ എൻ്റെ സ്വന്തം മകളല്ല എങ്കിൽ പോലും എനിക്ക് അവൾ സ്വന്തം മകൾ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവളെ കൊണ്ട് ആ ഒരു ഇത് ചെയ്യിക്കരുത്. അപ്പോൾ ഇല്ല ആൻറ്റി, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാം, അവിടെ ഡോക്ടേഴ്സിനോടും അവിടെ പോലീസിനോടൊക്കെ ഒന്നും കൂടി നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറയുന്നു. അപ്പം ശരി, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുപോലെ തന്നെ ദീപയുടെ മരണകാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ആൻറ്റി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല മോനെ, ഞാൻ അറിഞ്ഞപ്പോൾ ഓടി വരണമെന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷേ എനിക്ക് ദീപയുടെ മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വരാതിരുന്നത്. അപ്പോൾ അതെന്തായാലും നന്നായി ആൻറ്റി, കാരണം അമ്മയുടെ ചിരിച്ച മുഖം ആൻറ്റിയുടെ മനസ്സിലുണ്ടല്ലോ, അത് മതി എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിലും നമ്മുടെ മനോഹറിൻ്റെ അരികിൽ കിരൺ വന്നിരിക്കുകയാണ്. അപ്പോഴും തൻ്റെ കുഞ്ഞിനെ കാണണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹർ. അപ്പോൾ എടാ, നിൻ്റെ ഭാര്യ സരയു എന്നോട് നിന്നെ കൊല്ലാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൻ്റെ കുഞ്ഞിനെ നിന്നെ എങ്ങനെ കാണിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞ് അവളുടെ കൂടെ അല്ലല്ലോ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലേ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരൂ, കാരണം എൻ്റെ അവസാന ആഗ്രഹം എന്ന രീതിയിലാണ്, ഞാൻ ഇനി ജീവിതത്തിലോട്ട് വരുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം, ഡോക്ടറെ കാണുമ്പോൾ ഒന്ന് ചോദിക്കണേ, എൻ്റെ മരണവും ജീവിതവും തമ്മിൽ എത്ര ഇനി അകലമുണ്ടെന്നും ചോദിക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മനോഹർ. അങ്ങനെ കിരൺ നേരെ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, ഇതിനു മുൻപ് ഞാൻ ഡോക്ടറോട് സൂചിപ്പിച്ചതാണല്ലോ, ആ സരയു അവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അതുപോലെ അവൾ ചിലപ്പോൾ ആരെങ്കിലും വിട്ട് അവനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ, പിന്നെ ഗംഗപ്രസാദിൻ്റെ അറിയാലോ ഇവിടെ വെച്ചിട്ടൊരു സംഭവം നടന്ന്, അതിൽ തന്നെ ഞങ്ങൾക്ക് ഈ ആശുപത്രിക്കാർക്കും പോലീസുകാർക്കൊക്കെ നല്ല വീഴ്ച വന്നു, അതൊക്കെ ഒരു നാണക്കേടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾ നല്ല ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചോളാം, ആര് വന്നു കഴിഞ്ഞാലും പരിശോധിച്ച് ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ ഐസിയുൻ്റെ ഉള്ളിലേക്ക് വിടുകയുള്ളൂ എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ എന്തായാലും അവളുടെ ആ ഒരു പ്രതികാരമൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട, ആ കുഞ്ഞിനെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് അയാൾക്ക്, കാരണം അയാളുടെ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കോ അല്ലെങ്കിൽ മരണപ്പെടോ, അയാളുടെ അവസ്ഥ അത്ര മോശമാണ് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിരൺ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.